250. ഓക്കെ 250. അയ്യേ. ഓക്കെ, നമുക്ക് ഈ വണ്ടിയിൽ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു വടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖം. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിന്ന് പിന്നെയും കാർ സിമുലേറ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. കാർ സിമുലേറ്റർ 2 നമ്മളിന്ന് BMW i8 ഫുൾ മോഡിഫൈ ചെയ്യാൻ പോകുന്ന. അപ്പോൾ അധികം സമയം എടുക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിലുണ്ട് വണ്ടി ഫുള്ള് ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക്. ഓക്കെ, ഫുൾ ലൈറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വണ്ടീനെ ഫുൾ മോഡിഫൈ ചെയ്യാൻ പോകുന്ന. ഞാൻ അങ്ങോട്ട് ആദ്യം വൈകുന്നേരം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ആണ്. നടത്തുന്നു. റിവേഴ്സ്. ഇന്ന് സംഭവം ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിം ഇത്ര ആദ്യമായിട്ട് കളിക്കുന്നില്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. പോലീസ് കാറ് എയർപോർട്ടൊന്നുമില്ലേ? പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നേ ഗെയിമില്? നമുക്കറിയില്ല. ഞാൻ ടാസ്ക് എടുത്ത് വെച്ചിനോ? ഇല്ലല്ലോ. പോലീസ് കാർ ഞാൻ കയറ്റി നോക്കട്ടെ. ഓക്കെ, ഗെയിമിൽ പുതിയ മിഷൻ വന്നയാ. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പോയിട്ട് കംപ്ലീറ്റ് ചെയ്തോളാം. ഞാനും വിചാരിക്കും ഇങ്ങനെ ഒരു കാർ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്ര എയർപോർട്ടിലെല്ലാം വരുന്നതല്ലേ. ഗെയിമിന്റെ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. അത് നല്ല പൈസ ഉണ്ട്. പഴയതേ ആണോന്ന് എനിക്കറിയില്ല. നല്ല പൈസ ഇട്ടുണ്ട്. എത്രയുണ്ട്? 1,00,000 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഒന്നിക്കല് നമ്മളെ മാഫിയന്റെ 2 മാഫിയന്റെ. ഓക്കെ, ഒന്നിക്കല് മാഫിയന്റെ കയ്യിൽ കൊടുക്കണോ അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ കൊടുക്കണോ? നമുക്ക് ഇതായിരിക്കും നല്ലയാളാവണോ മാഫിയന്റെ കയ്യിൽ കൊടുക്കണോ? നമ്മൾ മാഫിയന്റെ ആളല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ റോണിന്റെ ആളല്ലേ. പക്ഷെ റോണി അങ്ങനത്തെ പോലീസുകാരെ വണ്ടി ഒന്നും എടുക്കാനും പറയൂല. ഫ്രെഡി എല്ലാം ആണെങ്കിൽ, പണ്ടത്തെ ഫ്രെഡി എല്ലാം ആണെങ്കിൽ ഓനാണ് പിന്നെയും പറയാം. നമുക്ക് റോണിന്റെ അടുത്ത് പോവാം. ഇതെല്ലാം തോന്നുന്നു. അഥവാ റോണി വേണ്ടെങ്കിൽ അങ്ങ് പോലീസിന്റെ കൊടുത്തോട്ടെ. 1,60,000 ഞാൻ ആദ്യമായിട്ടാണ്. ഞാനെന്തോ എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ, നമുക്ക് പോയിട്ട് വേണ്ടിയിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എയർപോർട്ട് എത്തിയിരിക്കുന്നത് കാണാം. ഓക്കെ, ഞാൻ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. പോലീസ് വിളിച്ചിട്ടുണ്ടെടുത്തു. അതുകൊണ്ട് പോവാൻ വേണ്ടി കുറച്ചും കാത്തു കന്നിട്ട് തുടങ്ങാം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, 100, 150, 200, 250. ഓക്കെ, 250. അയ്യേ, പിന്നെ ഞാൻ എന്തിനാ വണ്ടി എടുത്തിന്? 250 പോവാന്. ഓക്കെ, ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോയിട്ട് 250 ടോപ്പ് സ്പീഡ് എന്നെല്ലാം പറഞ്ഞ സിവിക്ക് ഇതിനെ കടത്തുമല്ലോ തോന്നുന്നു. സിവിക്ക് മോഡിഫൈഡ്, സോറി, സിവിക്ക് നോർമൽ സിവിക്ക് അല്ല. എന്നാലും ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയല്ലേ. കുഴപ്പമില്ല, നമുക്ക് വെച്ച് വണ്ടീനെ ആദ്യം മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഞാൻ വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇലക്ട്രിക് കാർസിനെ പോലെ ആയിട്ടുള്ള അത്ര ബ്രേക്സ് ഇതിനെ ഇതാക്കാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. ഇതേ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? ഇലക്ട്രിക് കാർസ് ഇതിനേക്കാളും കുറച്ചും കൂടെ ആക്കാൻ പറ്റും തോന്നുന്നു. ഞാൻ അലോയ്സ് നോക്കട്ടെ. ഓക്കെ, ഞാൻ ഈ വണ്ടിക്ക് ഈ ഒരു അലോയ്സ് അയച്ചിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സസ്പെൻഷൻ താത്തൊന്നുമില്ല.
ഈ വണ്ടിക്ക് അങ്ങനെ പുറത്തേക്ക് വെക്കാൻ എനിക്ക് തോന്നില്ല. എനിക്ക് തന്നെ ഒന്നോട്ടെ. ഇനിയിപ്പോൾ ഈ വണ്ടിൻ്റെ പെയിൻ്റെല്ലാം മാറ്റാം. ഓക്കെ, വണ്ടി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കർ, അല്ല സ്റ്റിക്കറിന് സൈഡിൽ, പിന്നെ സിയാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല, ഫുള്ള് റെഡും ഒരു സിയാൻ തീമ കൊടുത്തിട്ടുള്ള. ബ്ലാക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ കുറേ ബ്ലാക്ക് ഉണ്ട്. ഞാനതിന് ബ്ലാക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇതിന് പകരം റെഡ് പിന്നെ ഒക്കെ ആയി തോന്നി. ഞാനിപ്പോ ഇയാളെ വണ്ടി എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ, കൊണ്ടേ കളഞ്ഞിട്ട്. അവിടെ ഇങ്ങക്ക് വണ്ടി ഞാൻ തന്നിട്ടില്ലല്ലേ മാഫിയക്ക്, നമ്മളെ റോണിക്ക് വണ്ടി. അവൻ കൊടുക്കായിരിക്കും ചില സമയം, അറിയില്ല. മക്കിനെ എയർപോർട്ടിലല്ലേ കൊണ്ട്, അതുകൊണ്ട് എയർപോർട്ടിനകത്ത് കയറാൻ പറ്റില്ല. കയറാൻ പറ്റും, പക്ഷെ റോട്ടം മാറാം. ഈ സൈഡിലോട്ട് വെള്ളത്തിനകത്ത് കൂട്ട വരും, റോട്ടമ്മിലോട്ട് വരും ഒരിക്കലും. നെറ്റ് ഇവിടെയുള്ള ഈ നെറ്റിന്റെ അടുത്ത് കൂട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഷോറൂമിൽ പോയി കുടുങ്ങിയില്ലേ. ഓക്കെ, നമുക്ക് പോയിട്ട് വണ്ടി ഉണ്ട് ഇപ്പൊ. ഞാൻ നോക്കാൻ പറഞ്ഞു, ഇല്ല അയാളുടെ തീർന്നു. ഓക്കെ, ഒരിക്കൽ ചെയ്യാൻ പറ്റത്ത് വരുമെന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് ചെയ്യാം. ഇപ്പത്തെ നല്ല സ്പീഡ് കൂടിയിട്ടുണ്ട് വണ്ടീന്റെ. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ഇത്ര നല്ല ആക്സലറേഷൻ നല്ലോണം ഉണ്ട്. ഓഡിയോ റേറ്റിന്റെ അടുത്തുണ്ട് 300. ഓക്കെ, 250 എല്ലാം കഴിഞ്ഞു, 300 എത്തി. 300. ഓക്കെ, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല, ഒന്നാമതിൽ നോസ് ഇല്ല. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൽ പോവാം. ഓക്കെ, നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ പോകണം. 3, 2, 1 സ്റ്റാർട്ട്. ഇവിടെ ആകുമ്പോൾ നല്ലോണം ടോപ്പ് സ്പീഡ് വയ്ക്കാൻ പറ്റും. കുറച്ച് നീളം കൂടുതലാണ് തോന്നിയത്. ഓക്കെ, 200, 50, 300. ഇല്ല, ഇത് എത്തൂല. ബ്രേക്ക് ഒന്നും കൂടെ വഴിയിട്ട് എടുത്തി. വണ്ടിന്ന് പുകയായിരുന്നു, വണ്ടി പൊളിഞ്ഞാ. പുക വെച്ചില്ലല്ലോ സാധാരണ. ഇനി ഈടുന്ന് കയറ്റി നമ്മള് കുറച്ചുകൂടെ ഇനി ഇവിടെ നിർത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈസി സ്പീഡ് കിട്ടിയോ. അപ്പൊ അങ്ങെത്തുമ്പോഴത്തേക്ക് എന്താ നമുക്ക് സ്റ്റോപ്പ് സ്പീഡ് അറിയാൻ ചാൻസ് ഉണ്ട്. അല്ലേ പിന്നെ വേറെ വഴിയില്ല. 400 എത്തും, 401 എത്തി. നമ്മൾ എവിടെയോ എത്തി. ഓക്കെ, ഞാൻ പിന്നെ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വഴിയുണ്ട് എൻ്റെ കയ്യിൽ. വീടുന്ന് നമുക്ക് ഈ സർക്യൂട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അറിയാം എത്ര തപ്പിടുന്ന അറിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓഡിയോ അറിയാറ്റിനകത്ത് ഇതിലോട്ട് ഓടുമ്പോൾ ഉണ്ട് ടോപ്പ് സ്പീഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവരെ ആക്സിഡൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ നല്ല കൂടുതൽ ഒന്നാമത് ഹൈബ്രിഡ് ആയതുകൊണ്ട്. ഓക്കെ, ഈ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് 400 അല്ല, ഞാൻ അവിടെ ചെക്ക് ചെയ്തപ്പോ 401 ആയിരുന്നു. അത്യാവശ്യം തെറിച്ചു കൊണ്ടായിരിക്കും. ഞാൻ വെറുതെ പിന്നെയും വന്നു, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മളെ BMW i8 ടോപ്പ് സ്പീഡും ചെക്ക് ചെയ്ത് ഫുൾ മോഡിഫൈ ചെയ്തു. 400 ആണ്, പക്ഷെ എനിക്ക് 401 ആയിട്ട് തോന്നിയ. അപ്പം ഇന്നത്തെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ.